ശബരിമല മേൽശാന്തി നിയമനത്തിൽ CPM നേതാക്കൾ ഇടപെട്ടുവെന്നാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ. താൻ പറയുന്നയാളെ നിയമിക്കാൻ മന്ത്രി കത്ത് നൽകി. മന്ത്രിയുടെ ശുപാർശ കത്ത് ആത്മകഥയിലൂടെ പുറത്തുവിടുമെന്നും പത്മകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞു. പത്മകുമാറിന്റെ ദൈവതുല്യൻ പരാമർശം CPMലെ ഉന്നത നേതാവിനെതിരെയാണെന്നാണ് സൂചന. തലസ്ഥാനത്തെ പാർട്ടി മന്ദിര നിർമ്മാണത്തിന് തട്ടിപ്പ് പണം ഉപയോഗിച്ചെന്നും ആരോപണമുണ്ട്. A. പത്മകുമാറിനെതിരായ നടപടി CPM ഇന്ന് തീരുമാനിക്കാനിരിക്കെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത്. വിഷ്ണു VS വിവരങ്ങൾ നൽകും. വിഷ്ണു, വളരെ പ്രധാനമാണ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ. അദ്ദേഹത്തിനെതിരെ ഇന്ന് നടപടി വരാനിരിക്കുകയാണ്. അതിന് ഇടയിൽ തന്നെയാണ് CPMനെതിരെ അവരെ ഒരുപക്ഷേ ആശങ്കയിലാഴ്ത്തുന്ന, മുൾമുനയിൽ നിർത്തുന്ന ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വരുന്നത്. അത് ശബരിമല മേൽശാന്തി നിയമനത്തിൽ അടക്കം ഒരു മന്ത്രി ശുപാർശ കത്ത് നൽകി, താൻ പറയുന്നയാളെ നിയമിക്കാനുള്ള ശുപാർശ കത്ത് നൽകി. ഒപ്പം തന്നെ CPM മന്ദിരത്തിന്റെ, തിരുവനന്തപുരത്തെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് ഈ പണം ഉപയോഗിച്ചു തുടങ്ങിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും CPMനെതിരെ അദ്ദേഹം തിരിയുന്നതിന്റെ സൂചനകൾ തന്നെ ഇന്നലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? പത്മകുമാറിനെതിരെ CPM സെക്രട്ടേറിയറ്റ് യോഗം കൂടി നടപടിയെടുക്കാൻ തീരുമാനിച്ച ഈ ദിവസം തന്നെയാണ് പല വെളിപ്പെടുത്തലുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ വലിയ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ള കോടതി ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ തന്നെ പാർട്ടി അതിനകത്ത് ഇടപെട്ടിരുന്നു. താൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉന്നതന് കാണണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നിരുന്നു. അന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സഞ്ചരിച്ച് താൻ തിരിച്ച് യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്തുകയും അവിടെ എത്തിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ കാണാൻ ആവശ്യപ്പെട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പുറകിൽ തന്നെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അജണ്ടയായിരുന്നു എന്ന വെളിപ്പെടുത്തലുകളാണ് പത്മകുമാർ നടത്തിയിരിക്കുന്നത്. യുവതീ പ്രവേശനത്തിന് പത്മകുമാർ വലിയ തരത്തിൽ എതിർസ്വരം ഉയർത്തിയിരുന്നു. തൻ്റെ കുടുംബത്തിൽ നടക്കം ആരും ശബരിമലയിൽ പോകില്ല, സ്ത്രീകൾ ആരും ശബരിമലയിൽ പോകില്ല എന്നുള്ള വെളിപ്പെടുത്തൽ പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും IG ശ്രീജിത്തിനെയും ശബരിമലയിൽ നിന്ന് യുവതീ പ്രവേശന സമയത്ത് മാറ്റി നിർത്താനുള്ള ശ്രമം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ പറയുന്ന യുവതീ പ്രവേശനം ശബരിമല ഉണ്ടായത് പോലും താൻ TV കൂടെയാണ് അറിഞ്ഞത് എന്നുള്ള വെളിപ്പെടുത്തലാണ് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് കൂടുകയാണ്. VN വാസവൻ അടക്കം വീണ ജോർജ് അടക്കമുള്ള സംസ്ഥാന നേതാക്കന്മാരും മുൻ മന്ത്രിമാരൊക്കെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. കടുത്ത നടപടി തന്നെ CPMന്റെ ഭാഗത്ത് നിന്ന് പത്മകുമാറിനെതിരെ ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വിവരം. വലിയ തോതിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സ്വർണ്ണക്കൊള്ള വിഷയം വലിയ ചർച്ചയായിരുന്നു. പത്മകുമാറിന്റെ സാന്നിധ്യം ജില്ലയിൽ തന്നെ വലിയ തരത്തിൽ തന്നെ ആഞ്ഞടിച്ചു. ഇതൊക്കെ കാരണം പത്മകുമാറിനെതിരെ വലിയ തരത്തിൽ ഏരിയ കമ്മിറ്റികളിലും മറ്റ് കമ്മിറ്റികളിലൊക്കെ വലിയ സ്വരങ്ങളുണ്ടായി. അതിന്റെ ആക്ഷേപത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള നിലയ്ക്കാണ് അദ്ദേഹം പല തുറന്നു പറച്ചിലുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്താൻ ശ്രമിച്ചു. മാത്രമല്ല ഈ പറയുന്ന ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ മന്ത്രിയുടെ ഇടപെടലിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായി. അവിടെ മന്ത്രി CPM പാർട്ടി ഇടപെട്ടു എന്നുള്ള വെളിപ്പെടുത്തലും ഈ പറയുന്ന പത്മകുമാർ നടത്തിയിരിക്കുന്നു. ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ മേൽശാന്തിയെ തെരഞ്ഞെടുക്കുന്നതുമായി മന്ത്രിയുടെ ശുപാർശ കത്ത് തൻ്റെ പക്കലുണ്ട്. തൻ്റെ ആത്മകഥയിലൂടെ താനത് പുറത്തുവിടുമെന്നുള്ള വെളിപ്പെടുത്തലും പത്മകുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പത്മകുമാർ ഇപ്പോൾ ഉന്നയിച്ചു. വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളിവിടാനുള്ള ഒരു നീക്കം തന്നെയാണ് പത്മകുമാർ നടത്തുന്നത്. ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി തന്നെ പുറത്താക്കും മുൻപ് അദ്ദേഹത്തിന് പുറത്താക്കൽ നടപടി ഉണ്ടാകാനിരിക്കെയാണ് പത്മകുമാറിന്റെ ഈ പരാമർശങ്ങൾ എന്നുകൂടി വളരെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. കാരണം തുടക്കത്തിലൊക്കെ പത്മകുമാറിനെതിരെ നടപടി എടുത്തിരുന്നില്ല. ജയിലിൽ പോയ സമയത്ത് പോലും നടപടിയെടുക്കാത്ത CPM ഇപ്പോൾ ഒരു നടപടിക്ക് തുനിയുമ്പോൾ പത്മകുമാർ ചില CPMനെ പ്രതിക്കൂട്ടിലാക്കുന്ന, CPMന് മറുപടി പറയേണ്ടി വരുന്ന ചില പരാമർശങ്ങൾ കൂടി നടത്തുന്നു എന്നുള്ളതാണ്.